ഹലോ എവരി വൺ, വെൽക്കം ടു ദ ക്ലാസ്സസ് ഓഫ് ജിയോമാറ്റിക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ കർവിൻ്റെ സെറ്റിംഗ് ഔട്ട് ആയിരുന്നു നോക്കിയിരുന്നത്. ദെൻ സിമ്പിൾ കർവിൻ്റെ പ്രോബ്ലംസ് നോക്കിയിരുന്നു. ആ പ്രോബ്ലംസ് നോക്കിയിരുന്നതെന്ന് വെച്ചാൽ ഓഫ്സെറ്റ് ഫ്രം ടാൻജൻസ്, ഓഫ്സെറ്റ് ഫ്രം ലോങ് കോഡ്, അതിൻ്റെ രണ്ട് പ്രോബ്ലംസ്, സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് നോക്കിയായിരുന്നു. ഓക്കെ, അത് എക്സാമിന് വരുന്നത് എന്ന് വെച്ചാൽ 4 മാർക്കിനൊക്കെ വരാനേ ചാൻസസ് ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്ന ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും മസ്റ്റായിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. 2 tangents intersect at chain edge 59 plus 60. The deflection angle being 50 degree 30 minutes. Calculate the necessary data for setting out a curve of 15 chains radius to connect the 2 tangents if it is intended to set out the curve by offset from chords. Take a peg interval equal to 100 lengths, a length of the chain being equal to 20 meters. Bracket 100 links എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് പ്രോബ്ലം ഒന്ന് നോക്കാം. ഇതിൽ പറയുന്നുണ്ട് 2 ടാൻജൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 2 ടാൻജൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് 59 പ്ലസ് 60. അതായത് 59 ചെയിൻ 60 ലിങ്ക്സ്, അതാണ് ഈ 59 പ്ലസ് 60 ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം. ഡിഫ്ലക്ഷൻ ആംഗിൾ തന്നിട്ടുണ്ട് 50 ഡിഗ്രി 30 മിനിറ്റ്. ദെൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു കർവ് സെറ്റ് ഔട്ട് ചെയ്യാനുള്ള നെസസറി ആയിട്ടുള്ള എന്തൊക്കെ ഡേറ്റാസ് വേണോ അതെല്ലാം കണ്ടുപിടിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ദെൻ 15 ചെയിൻസ്, അതായത് റേഡിയസ് എന്ന് പറയുന്നത് 15 ചെയിൻസിലാണ് തന്നിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇവർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈ ഓഫ്സെറ്റ് ഫ്രം കോഡ്സ് എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് കോഡ്സിൽ നിന്ന് ഓഫ്സെറ്റ് എടുത്തിട്ട് കർവ് സെറ്റ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഞാൻ എഴുതി 59 പ്ലസ് 60. ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ 50 ഡിഗ്രി 30 മിനിറ്റ്സ്. റേഡിയസ് ആർ 50 ചെയിൻസ്. പെഗ് ഇൻ്റർവൽ തന്നിട്ടുണ്ട് 100 ലിങ്ക്സ്. 1 ചെയിൻ ഈസ് ഇക്വൽ ടു 20 മീറ്റർ. അപ്പം നമുക്ക് ഇത് 59 ചെയിൻസ് 60 ലിങ്ക്സ് എന്ന് പറയുന്നത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനപ്പം നമ്മൾ അറിയണം 1 ചെയിൻ എന്ന് പറയുന്നത് 100 ലിങ്ക് ആണ്. 1 ലിങ്ക് ഈസ് ഇക്വൽ ടു 20 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ചെയിനേജ് ഓഫ് വെർട്ടെക്സ് ഓർ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, ആ പോയിന്റ് നമ്മൾ ചെയിനേജ് ഓഫ് വെർട്ടെക്സ് ഓർ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് പറയുന്നത്. 59 പ്ലസ് 60, 59 ചെയിൻസ് ആണ്. അപ്പം ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആണ്. അപ്പം 59 എന്ന് പറഞ്ഞാൽ 59 ഇൻറ്റു 20 പ്ലസ് ദെൻ 60 ലിങ്ക്സ് ആണ്. അപ്പം ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ആണ്. 60 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞാൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തേക്കാം. നമുക്ക് ആൻസർ കിട്ടി 1192 മീറ്റർ. ഓക്കെ, അപ്പോൾ അത് എഴുതാമല്ലോ. ദെൻ റേഡിയസ് 15 ചെയിൻസ് എന്ന് കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ ഇൻറ്റു 20 ചെയ്ത് കൺവേർട്ട് ചെയ്ത് മീറ്ററിൽ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കർവ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കർവിൻ്റെ സെറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയാണ് അല്ലേ. T1 അതായത് നമ്മുടെ പോയിന്റ് ഓഫ് കർവ്, ദെൻ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ V. ഇത് T1V എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റിയർ ടാൻജൻ്റ് ആണ്. ദെൻ VT2 ഫോർവേഡ് ടാൻജൻറ്റ്. T2 എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്റ് ഓഫ് ടാൻജൻസി ആണ്. ഓക്കെ, O സെൻറ്റർ ആണ്, R റേഡിയസ് ആണ്. ഓക്കെ, ഇതാണ് ലെന്ത് ഓഫ് കർവ്, ഇത് ലെന്ത് ഓഫ് കോഡ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഓഫ്സെറ്റ് വെച്ചിട്ട് കോഡ് സെറ്റ് ഔട്ട് ചെയ്യുന്നത്? അതായത് നമുക്കിവിടെ ഓരോ സബ് കോഡ് കിട്ടും അല്ലേ. ആ സബ് കോഡിൽ നിന്നും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ലെന്ത് ഓഫ് കോഡിൽ നിന്നും ഒരു ഓഫ്സെറ്റ് എടുത്ത് നമുക്ക് ഓരോ പോയിൻറ്റ്സ് ഇടുക. ആ പോയിൻറ്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തായിരുന്നു നമ്മൾ കർവ് സെറ്റ് ഔട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് ആദ്യമേ ഇവിടെ ഈ നമുക്ക് വേണ്ടത് ചെയിനേജ് ഓഫ് T1 വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെയിനേജ് ഓഫ് T1 വേണമെങ്കിൽ നമുക്ക് ചെയിനേജ് ഓഫ് എന്തറിയാം, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അറിയാം. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് കിട്ടത്തില്ലേ, T1 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടത്തില്ലേ. ദെൻ T2 വേണം. ഈ പോയിന്റ് കിട്ടി, ആ പോയിന്റിൻ്റെ കൂടി ലെന്ത് ഓഫ് കർവ് ആഡ് ചെയ്താൽ T2 കിട്ടത്തില്ലേ. ഓക്കെ ആണോ? അപ്പോൾ അത്രയും. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടുന്നത് T1 ആണ്. അപ്പോൾ നമുക്ക്
ഈ ടാൻജൻ ലെന്ത് വേണം. ഓക്കെ, നമുക്ക് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അതായത് ചേഞ്ച് ഓഫ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അറിയാമെങ്കിൽ ഈ ടാൻജൻ ലെന്ത് ഡിഡക്റ്റ് ചെയ്ത T1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടത്തില്ലേ? അങ്ങനാണെങ്കിൽ ടാൻജൻ ലെന്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് T1V = R × tan δ/2. ഇത് നമ്മൾ സിമ്പിൾ കർവിൻ്റെ എലമെൻറ്റ്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്, കാണാതെ പഠിക്കേണ്ടതാണ്. ടാൻജൻ ലെന്തിൻ്റെ ഇക്വേഷൻ R × tan δ/2. ദെൻ നമുക്ക് ആൻസർ കിട്ടും. ദെൻ ലെന്ത് ഓഫ് കർവ് വേണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ലെന്ത് ഓഫ് കർവിന് ഇക്വേഷൻ ഉണ്ട്. L = πr δ/180 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 264.42 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ചേഞ്ച് ഓഫ് T1 പോയിന്റ് ഓഫ് കർവ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ചേഞ്ച് ഓഫ് വെർട്ടെക്സ് ഓർ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്ന് ടാൻജൻ ലെന്ത് ഞാൻ ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ചേഞ്ച് ഓഫ് പോയിന്റ് ഓഫ് കർവ് കിട്ടും. ദെൻ ചേഞ്ച് ഓഫ് പോയിന്റ് ഓഫ് ടാൻജൻസി T2 വേണമെങ്കിൽ എന്ത് ചെയ്യും? ചേഞ്ച് ഓഫ് T1 പ്ലസ് ആർക്ക് ലെന്ത് ഓഫ് കർവ് ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ എനിക്ക് 1314.94 മീറ്റർ എന്ന് പറഞ്ഞ് T2ൻ്റെ വാല്യൂ കിട്ടി. ദെൻ പിന്നെന്താണ് കണ്ടുപിടിക്കേണ്ടത്? പറഞ്ഞു ഓഫ്സെറ്റ്സ് ഫ്രം ലോങ് കോഡ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കതിന് ഓരോ ഇക്വേഷൻസ് ഉണ്ട്. O1 = C1² / 2R എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓഫ്സെറ്റ് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ലെന്ത് ഓഫ് കോഡ് വേണം. നമുക്കറിയാം ദ ചേഞ്ച് ഓഫ് ഈച്ച് പെഗ് വിൽ ബി മൾട്ടിപ്പിൾ ഓഫ് 20 മീറ്റേഴ്സ് എന്ന്. അതായത് അത് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ T1 അതായത് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അവിടെ നിന്ന് T2. ഓക്കെ, ലെന്ത് ഓഫ് കർവ് ഇതാണ് കർവ് എന്ന് വിചാരിച്ചു. ഈ കർവ് സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പോയിൻ്റാണ് A, B, C, D. അതായത് അപ്പോൾ ഇതിനെല്ലാം ഇടയ്ക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആയിരിക്കും എന്ന് ആണ് പറയുന്നത്. ഓക്കെ, പക്ഷേ നമുക്കറിയാം നമുക്ക് 2 സബ് കോഡുണ്ട്. അതായത് ഫസ്റ്റ് ഉള്ള ഒരു സബ് കോഡ് T1A ദെൻ T2D. ഇത് രണ്ടും 20 മീറ്റർ ആയിരിക്കത്തില്ല അല്ലേ? ബാക്കിയെല്ലാം ഫുൾ കോഡ്സ് ആയിരിക്കും. T1A T2D എന്ന് പറയുന്നത് 2 സബ് കോഡ് നമുക്ക് കാണും. അത് നമുക്ക് ചെയ്തു വരുമ്പോൾ ഇവിടുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറയുന്നതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മുടെ കർവിന് വേണ്ടി സെറ്റ് ഔട്ട് ചെയ്യാനായിട്ട് ആദ്യത്തെ പോയിന്റ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മൾ സർവേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയില്ലല്ലോ, നമ്മൾ ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യും. ദെൻ അതേപോലെ തന്നെ നമുക്കറിയത്തില്ല കർവ് ലാസ്റ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ചെയ്തു വരുമ്പോഴായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്ര ഇതൊരു 20 മീറ്റർ ചെയിൻ ഇവിടെ വരെ കാണും. പക്ഷെ നമുക്ക് T2 വരെ മതിയായിരിക്കും, 50 മീറ്റർ വരെ മതിയായിരിക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് 2 സബ് കോഡ് ഉണ്ടെന്ന്. ബാക്കിയെല്ലാം ഫുൾ കോഡ്സ് ആയിരിക്കും. ഫുൾ കോഡിൻ്റെ ഒക്കെ എല്ലാം ആണ് ഇവരിവിടെ 20 മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ ലെന്ത് ഓഫ് ഫസ്റ്റ് സബ് കോഡ് നോക്കാം. ലെന്ത് ഓഫ് ഫസ്റ്റ് സബ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ T1 എന്ന് പറഞ്ഞ പോയിൻ്റ് ഏതാ? T1 എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1050.52 മീറ്റർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് T1A ആണ് നമ്മുടെ ഫസ്റ്റ് സബ് കോഡ് C എന്ന് പറഞ്ഞ് എടുക്കുന്നത്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ ഉണ്ടല്ലോ, അതിനെക്കാട്ടി വലിയ സംഖ്യ 20യുടെ മൾട്ടിപ്പിളായിട്ട് വരുന്ന നമ്പർ ഏതാണോ അതായിരിക്കും നമ്മുടെ എയിലുള്ള പോയിൻ്റ്. ഓക്കെ, ഇതപ്പം 1050 കഴിഞ്ഞിട്ട് 20യുടെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കണം. നമുക്ക് കിട്ടുന്നത് 1060 അപ്പം എന്താ ചെയ്യേണ്ടത്? T1 എന്ന് പറയുന്നത് 1050.52 ആണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ എന്തായാലും ആ നമ്പർ 20യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? 20യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്ന 1060. അപ്പം ഈ ഒരു ലെന്ത് ഓഫ് കോഡ് കിട്ടാൻ എന്ത് ചെയ്യണം? 1060 മൈനസ് 1050.52. ഓക്കെ, 1060 മൈനസ് 1050.52 ആണ് നമ്മുടെ ലെന്ത് ഓഫ് ഫസ്റ്റ് സബ് കോഡ്. എപ്പോൾ വന്നാലും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ചെയ്യേണ്ടത്. ചേഞ്ച് ഓഫ് T1 നിന്ന് എയുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിനെക്കാട്ടി ഒരു വലിയ നമ്പറായിരിക്കും. ആ വലിയ നമ്പർ എന്ന് പറയുന്നത് 20യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും കേട്ടോ. 1050 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാണ് 20യുടെ മൾട്ടിപ്പിൾ എന്ന് വരുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, ദെൻ എനിക്ക് ആൻസർ കിട്ടി 9.48 മീറ്റർ. അതേപോലെ ലെന്ത് ഓഫ് ലാസ്റ്റ് സബ് കോഡ് എങ്ങനെ ആയിരിക്കും? ലാസ്റ്റ് സബ് കോഡ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, നമ്മുടെ T2ൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം.
T2Dയുടെ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. T2ൻ്റെ വാല്യൂ 1314.94. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ 20യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും ഡി പോയിൻ്റ്. ഓക്കെ, അത് എത്ര ആയിരിക്കും നോക്കുക. 20യുടെ മൾട്ടിപ്പിൾ അത് എന്ന് പറയുന്നത് എനിക്ക് 1300 അപ്പം 1314.94 മൈനസ് 1300 ചെയ്താൽ നമുക്കെന്ത് കിട്ടും? ഈ ഒരു ലാസ്റ്റ് സബ് കോഡ് കിട്ടും, T2D കിട്ടും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് സബ് കോഡ് കിട്ടി. ഇതെനിക്ക് ഫസ്റ്റ് ഓഫ്സെറ്റ് വേണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? O1 = C1² / 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ്സെറ്റ് കിട്ടും. അങ്ങനെ എനിക്ക് എ പോയിൻ്റ് സെറ്റ് ഔട്ട് ചെയ്യാം. ദെൻ നമ്പർ ഓഫ് ഫുൾ കോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ T1A യും T2D ആയിരിക്കും സബ് കോഡ്. ഇതിനിടയിലുള്ളതെല്ലാം എന്താണ്? ഫുൾ കോഡായിരിക്കും. അപ്പം എയിലെ പോയിൻ്റ് എത്ര കിട്ടിയേ? 1060. ഡിയിലെ പോയിൻ്റ് എത്ര? 1300. അപ്പം 1060 - 1300 / 20 ചെയ്താൽ പോരെ. 20 എന്ന് വെച്ചാൽ ഓരോ പെഗ് അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ പെഗ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേഷൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാ സബ് കോഡ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അതാണ് ഇവിടെ 20 എന്ന് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. 12 എന്ന് കിട്ടിയാൽ തന്നെ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് കോഡ്സ് ഞാൻ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് കോഡ്സ് 14 ആയത് എങ്ങനെയാണ്? 12 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫുൾ കോഡ്സ് ആണ്. പിന്നെ 2 സബ് കോഡ് ഫസ്റ്റും ഉണ്ട് ലാസ്റ്റും ഉണ്ട്. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് കോഡ്സ് 14 എഴുതിയിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് നോക്കാം. ദെൻ C2, C3, C4, Cn - 1 എല്ലാം എന്തായിരിക്കും? 20 മീറ്റർ ആയിരിക്കും. ദെൻ ON എന്ന് പറഞ്ഞാൽ Cn / 2R, Cn - 1 + Cn ജനറൽ ഇക്വേഷൻ ആണ്. അപ്പോൾ O2 എഴുതാലോ. O2 എന്ന് പറയുന്നത് C2 / 2R 20 / 2 × 300 × 9.48 + 20 × 20 = നമുക്ക് ആൻസർ കിട്ടും 0.98 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ദെൻ O3 എന്ന് പറഞ്ഞാൽ എന്താ? C3 / 2R × C2 + C3 നമുക്ക് 1.33 മീറ്റർ എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ ദെൻ എന്ത് പറയാം? O3 തൊട്ട് O4 O5 O12 വരെയും എത്ര ആയിരിക്കും? 1.33 മീറ്റർ തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ഇത് ഇടയ്ക്കുള്ളതെല്ലാം ബാക്കിയെല്ലാം എന്താണ്? 20 മീറ്റർ തന്നെയാണ്. ആ ഡിസ്റ്റൻസ് മാറ്റം വരുന്നില്ല. ഇവിടെ പക്ഷേ O2ൻ്റെ കേസിൽ എന്താ? C1 കൂടെ ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് 0.98 മീറ്റർ വരുന്നത്. ദെൻ O3 O4 O5 O6 എല്ലാം എടുത്ത് നോക്കണം നിങ്ങൾ. 1.33 മീറ്റർ വരെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ എവിടെ വരെ? O12 വരെ. ദെൻ ലാസ്റ്റ് ഓഫ്സെറ്റ് O13 എടുക്കുവാണ്. O13 ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ഓഫ്സെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അതായത് 12 ഫുൾ കോഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് എത്രാമത്തെ ആയിരിക്കും? ലാസ്റ്റ് വൺ വരുന്നത് 13ാമത്തെ ആയിരിക്കും. ഓർത്തോണം, ഇത് ടോട്ടൽ നമ്പർ ഓഫ് കോഡ്സിൻ്റെ എണ്ണമാണ് 14. 12ാമത്തെയാണ് 12 ഫുൾ കോഡ് ഉണ്ട്. പിന്നെ അടുത്തത് എന്തായിരിക്കും? 13. ഓക്കെ, 13ാമത്തെയാണ് ലാസ്റ്റ് സബ് കോഡ്. മറ്റേത് ഒരെണ്ണം നമുക്ക് എവിടുത്തെ എടുക്കാം? ഫസ്റ്റിലേ എടുക്കാം. അപ്പോഴാണ് 14 ആകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ലാസ്റ്റ് ഓഫ്സെറ്റ് O13 = C13 / 2R × C12 + C13. അപ്പം നമുക്ക് ഈ വാല്യൂ C13ൻ്റെ വാല്യൂ നമുക്ക് ഏതാ കിട്ടുന്നത്? നമുക്ക് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കും 14.94 എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ലാസ്റ്റ് സബ് കോഡാണ് നമ്മളിവിടെ എടുക്കേണ്ടത് കേട്ടോ. ലെങ്ത് ഓഫ് ലാസ്റ്റ് സബ് കോഡിൻ്റെ വാല്യൂ ആയിരിക്കും അതിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്. C1 എന്ന് പറഞ്ഞ് നമ്മളിവിടെ എടുത്തത് ലെങ്ത് ഓഫ് ഫസ്റ്റ് സബ് കോഡ് C1 ആയിരുന്നു. ഓക്കെ, അതുപോലെ ഇവിടെ ലാസ്റ്റ് ഓഫ്സെറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ലെങ്ത് ഓഫ് ലാസ്റ്റ് സബ് കോഡ്. അതിന് വേണ്ടിയാണ് ലെങ്ത് ഓഫ് ലാസ്റ്റ് സബ് കോഡ് കണ്ടുപിടിക്കുന്നത്. 0.87 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫസ്റ്റ് ഓഫ്സെറ്റ്, സെക്കൻഡ്, അങ്ങനെ ഓഫ്സെറ്റ് എല്ലാം കിട്ടി. അപ്പോൾ ഓരോ പോയിന്റ് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് കർവ് സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ആദ്യമേ തന്നെ ചെയിൻസിലും ലിങ്ക്സിലും ആയിരിക്കും തരുന്നത്. അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ ഓർക്കുക, ചെയിനേജ് ഓഫ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് തരുന്നതെങ്കിൽ നമുക്ക് T1 കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് അവിടുന്ന് ചെയിനേജ് ഓഫ് വെർട്ടെക്സിൽ നിന്ന് ടാൻജൻ്റ് ലെന്ത് മൈനസ് ചെയ്താൽ T1 കിട്ടും. ദെൻ
T2 കിട്ടാനാണെങ്കിൽ ചേഞ്ച് ഓഫ് T1 പ്ലസ് ലെങ്ത് ഓഫ് കർവ് ആഡ് ചെയ്താൽ T2 കിട്ടും. ദെൻ നമുക്ക് ഓരോ ഓഫ്സെറ്റാണ് വേണ്ടത്. അപ്പോൾ ലെങ്ത് ഓഫ് ഫസ്റ്റ് സബ് കോഡ് കണ്ടുപിടിക്കുക, ദെൻ ലെങ്ത് ഓഫ് ലാസ്റ്റ് സബ് കോഡ്. ഓക്കെ, അപ്പോൾ ഇതിനിടയിലുള്ള പോർഷൻ ആയിരിക്കും ഫുൾ നോർമൽ കോഡ്സ് എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് വെച്ചിട്ട് വേണം ലെങ്ത് ഓഫ് ഫസ്റ്റ് സബ് കോഡ്, ലെങ്ത് ഓഫ് ലാസ്റ്റ് സബ് കോഡ്, ദെൻ നമ്പർ ഓഫ് ഫുൾ കോഡ്സ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ 1 2 3 ലാസ്റ്റ് ഓഫ്സെറ്റ് വരെ ചെയ്യണം. ഓക്കെ, താങ്ക് യു.